ഹലോ, അസ്സലാമു അലൈക്കും. നമസ്കാരം. എന്തൊക്കെയാണ് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? ഇന്നൊരു നാട്ടിലത്തെ ഡേ ഇൻ മൈ ലൈഫാണ് എടുത്തത് കേട്ടോ. അപ്പോൾ രാവിലെ ഒരു 7 മണിയൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ എണീച്ച ഉടനെ ഞാൻ ചെയ്യണത് സിറ്റിങ്ങിൽ വന്നാൽ ഇത് ഓപ്പൺ ആക്കി വെക്കും കേട്ടോ. അപ്പോൾ ആ ഒരു ഗ്ലാസ്സാണത്. പുറമേയുള്ള ആ ഒരു ഗ്രീനറിയും ഇതൊക്കെ നമുക്ക് ഉള്ളോട്ട് കാണുന്ന സമയത്ത് നല്ലൊരു ഫ്രഷ് മൂഡ് വരും. അപ്പോൾ നല്ലൊരു ഇതാണ്. അപ്പോൾ രാവിലെ തന്നെ വേഗം അതങ്ങ് തുറന്നിട്ടേക്കും. പിന്നെ നമ്മൾ ആ ഒരു കോട്ടിയാടും ഓപ്പൺ ആക്കി വെക്കും കേട്ടോ. ഇന്ന് നല്ല മഴയാണ്. ഇവിടെ നാട്ടിൽ റെഡ് അലർട്ടാണ് കേട്ടോ ഇന്ന്. ഇത് കോഴിക്കോട്, കണ്ണൂർ ഇതൊക്കെ റെഡ് അലർട്ടാണ്. സ്കൂളൊക്കെ ലീവാണ് കേട്ടോ. ഇന്ന് കുട്ടികൾക്കൊക്കെ എല്ലാവർക്കും ലീവാണെന്നാണ് പറഞ്ഞത്. ഇനിയിപ്പോൾ ഇതാ കിച്ചണിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. കിച്ചൺ കാണിക്കോ, കിച്ചൺ ടൂർ കാണിക്കോ എന്നൊക്കെയുള്ള കഴിഞ്ഞ വീഡിയോൻ്റെ അടിയിൽ കുറേ കമൻറ്റ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ കിച്ചൺ ടൂറായിട്ട് ചെയ്യാനൊന്നും എനിക്കറിയില്ല. ഇപ്പോൾ ഇങ്ങനെയാണ് എൻ്റെ ഒരു കിച്ചൺ കേട്ടോ. ഡൈനിങ്ങിൽ നിന്ന് ഇങ്ങോട്ടേക്ക് കടന്നാൽ ഒരു സി ടൈപ്പിലാണ് ഈ ഒരു കിച്ചണുള്ളത്, സി ഷേപ്പിൽ. പിന്നെ അത്യാവശ്യം നല്ല വലിയ സൈസാണ്, പക്ഷേ അതിൻ്റെ സൈസും പറഞ്ഞുതരാൻ എനിക്കറിയില്ല. പിന്നെ നേരെ കാണുന്നത് ആ ഒരു വർക്ക് ഏരിയയിലേക്കുള്ള ഡോറാണ്. ഇതൊരു സ്റ്റോർ റൂം കേട്ടോ. ഒരു സ്റ്റോർ റൂമും ഉണ്ട്. ഇനിയിപ്പോൾ ഇത് തുറന്നാൽ ഇവിടെ വർക്ക് ഏരിയ ആണ്. വർക്ക് ഏരിയ ഒരു ചെറിയൊരു വർക്ക് ഏരിയ ആണ്. അവിടെയാണ് ഞാൻ വാഷിംഗ് മെഷീനും ഡിഷ് വാഷർ അങ്ങനത്തെ ഒക്കെ വെച്ചത്. പിന്നെ സിങ്കും അതിൻ്റെ അടിയിൽ വേസ്റ്റ് ഡിസ്പോസറും വെച്ചിട്ടുണ്ട്. അതിൻ്റെ ബ്രാൻഡ് ഫ്രാങ്കിയാണ് കേട്ടോ. അതിനെപ്പറ്റിയും കഴിഞ്ഞ വീഡിയോയിൽ ആരോ ചോദിച്ചത് കണ്ടു. ആ ഒരു ഫ്രാങ്കിൻ്റെ ബ്രാൻഡാണത്. ഇത്രയേ ഉള്ളൂ ഈ ആ ഒരു വർക്ക് ഏരിയയിലേക്കുള്ള ഇത്. ഇനിയിപ്പോൾ ഞാൻ കുറച്ച് പുളി പൊതിർത്തി വെച്ചിട്ടുണ്ട്. കുക്കറിലേക്ക് ഒരു കപ്പോളം തൂരപ്പരിപ്പ് ഇട്ട് കൊടുത്തിട്ട് സാമ്പാറിന് വേണ്ടിയിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് നന്നായിട്ട് അതിനൊരു എന്താ പറയുക, വെള്ളം തെളിയുന്ന വരെ 3-4 പ്രാവശ്യമാക്കിയിട്ട് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം. ഇനിയിപ്പോൾ ഇന്നിവിടെ ഉണ്ടാക്കുന്നത് ദോശയും സാമ്പാറുമാണ് കേട്ടോ. സാമ്പാർ നിർബന്ധമാണ് ഇവിടെ. ദോശ ആണെങ്കിൽ ക്രിസ്പി ദോശയും സാമ്പാറുമാണ് ഇവിടെ മക്കൾക്കൊക്കെ ഇഷ്ടം. പിന്നെ ചട്നി, ചമ്മന്തി ഇതൊന്നും ഇവർ കഴിക്കൂല. പിന്നെ അസ്ലം ഉണ്ടെങ്കിൽ മാത്രമാണ് ഞാൻ ചട്നിയൊക്കെ ഉണ്ടാക്കലുള്ളൂ. ഇവർക്ക് സാമ്പാറിനെക്കാട്ടും ഇഷ്ടം ചട്നിയാണ്. അപ്പോൾ അത് പരിപ്പ് നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട്. ഒന്നും കൂടെ കഴുകട്ടെ. ഇനി ഇതാ നല്ല വെള്ളം ഒഴിച്ച് കൊടുക്കുക. എന്നിട്ടത് അടുപ്പിൽ വെച്ചിട്ട് നന്നായിട്ട് ഒരു 3-4 വിസിൽ വരുന്നവരെ നന്നായിട്ട് വേവിച്ചുടച്ചെടുക്കണം. ഇനിയിപ്പോൾ അതാ കുട്ടികൾ രണ്ടാളും എണീച്ചിട്ടില്ല. ആച്ചിയും ബാസിയാണ് എൻ്റെ കൂടെ ഉള്ളത്. മോള് ദുബൈയിലാണ് കേട്ടോ, വ്യാപ്പളുടെ കൂടെ. ഇനിയിപ്പോൾ എനിക്ക് വേണ്ടി മാത്രം ചായക്ക് വെച്ചിട്ടുണ്ട്. കുട്ടികൾ എണീറ്റാൽ ആച്ചിക്കേ ചായ ഉള്ളൂ, ബാസി ചായ കുടിക്കൂല. അപ്പോൾ ഞാനൊരു ഗ്ലാസ് ചായയും ഇവിടെ കാച്ചിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ചായയിൽ സ്റ്റീവിയാണ് ഇടൽ കേട്ടോ. ഒരു പാക്കറ്റ് 2 പ്രാവശ്യത്തേക്ക് ഉണ്ടാവും. പിന്നെ ഈ വീടിൻ്റെ ഇൻറ്റീരിയർ വർക്ക് ചെയ്തതും ഇതൊക്കെ ആരാന്ന് കമ്പനിയൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ആർക്കോ മറുപടി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിലും അതേപോലെ തന്നെ കമൻറ്റ് ബോക്സിൽ ഞാൻ പിൻ ചെയ്ത് വെക്കട്ടെ. ആ ഒരു കമ്പനീൻ്റെ പേര് ഇർഫാൻ്റെ ടീമാണ് ചെയ്തത്. അപ്പോൾ അതിൻ്റെ പേരും അവരുടെ കോൺടാക്ട്സ് നമ്പറും അവരുടെ ഇൻസ്റ്റാഗ്രാം പേജിൻ്റെ ഇതുണ്ട് കേട്ടോ. അപ്പോൾ അത് ഞാൻ കൊടുക്കാം. അതിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടും. നല്ല മഴയാണ്, കോരിച്ചൊരിയുന്ന മഴയാണ് കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ ഇത് ഇന്നിവിടെ റെഡ് അലർട്ടാണ്. നല്ല കോരിച്ചൊരിയുന്ന മഴയാണ്. ഇനിയിപ്പോൾ ചായ കുടിച്ച് കഴിഞ്ഞാൽ നമുക്ക് വേഗം റൂം ഒന്ന് സെറ്റ് ചെയ്യണം കേട്ടോ. ഞാൻ കഴിഞ്ഞ കുറേ മുന്നേ ചെയ്ത ഇങ്ങനത്തെ ഈ പിന്നെ ഡേ ഇൻ മൈ ലൈഫ് വീഡിയോയിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ഓൾമോസ്റ്റ് ഒരു 99% നമ്മളെ വീട് അടുക്കി പെറുക്കി നല്ല വൃത്തിയായിട്ടാണ് ഉള്ളതെന്നുള്ള ആ ഒരു ഫീലിംഗ് കിട്ടണമെങ്കിൽ ജസ്റ്റ് ഈ ഒരു എളുപ്പപ്പണി ചെയ്ത് വെച്ചാൽ മതി എന്നുള്ള. ആദ്യം തന്നെ വേഗം ചെയ്ത് വെക്കേണ്ടതെന്ന് പറഞ്ഞാൽ ബെഡ് ഒന്ന് വിരിച്ച് വെക്കുക എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം പറയണതാണ്, അത് ശരിക്കും പിരിച്ച് വെച്ച് ആ ഒരു പുതപ്പും നമ്മൾ കിടന്ന ഇതുമെല്ലാം ഒന്ന് റെഡിയാക്കി വെച്ചാൽ തന്നെ ഒരു 99% നല്ല നീറ്റായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. അപ്പോൾ അതാണ് ആദ്യം തന്നെ ചെയ്ത് വെക്കേണ്ടത്. ബാക്കി നമുക്ക് തുടയ്ക്കൽ, അടിക്കൽ ഇതൊക്കെ നമുക്ക് സാവധാനം ചെയ്താൽ മതി. ഇനിയിപ്പോൾ അടുത്തത് ഞാൻ കിച്ചണിൽ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ സാമ്പാറിൻ്റെ വേണ്ടിയിട്ടുള്ള കഷ്ണങ്ങളാണ് കേട്ടോ. അപ്പോൾ ഞാനിവിടെ മല്ലിച്ചപ്പ് മൊത്തത്തിൽ വാങ്ങിയിട്ട് ഇതേപോലെ ക്ലീൻ ചെയ്ത് പാത്രത്തിലാക്കി വെക്കണതാണ്. ഇനിയിപ്പോൾ ഇതാ ഒരു മുരിങ്ങക്കായ് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു തക്കാളി, ഒരു ഉള്ളി, പിന്നെ ഒരു ഉരുളക്കിഴങ്ങ്, ഒരു വഴുതനങ്ങ, 2-3 പച്ചമുളക്. ഇത്രയേ ഉള്ളൂ കേട്ടോ. എൻ്റെ കയ്യിലുള്ള സാധനങ്ങൾ വെച്ചിട്ടുള്ള ഒരു സാമ്പാറാണ്. ഒരുപാട് പീസ് ഇട്ടിട്ടുള്ള സാമ്പാറല്ല. ഇനിയിപ്പോൾ കത്തി ഏതാണ് ബ്രാൻഡ് എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. ബ്രാൻഡൊന്നല്ല, ഞാൻ ജിദ്ദയിൽ വാങ്ങിയതാണ്. എവിടുന്നാണ് വാങ്ങിയതെന്നൊന്നും ഓർമ്മയില്ല. കുറച്ച് പഴക്കമുണ്ട് കേട്ടോ. ഈ ഒരു കത്തിക്ക് പുതിയതല്ല. ഇനിയിപ്പോൾ ഇതാ വലിയൊരു ചെമ്പ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ കഷ്ണങ്ങളൊക്കെ നന്നായിട്ട് കഴുകി കൊണ്ടുവന്നതാണ് കേട്ടോ. അതിൽ ഉള്ളി, തക്കാളി, പച്ചമുളക് അത് മാറ്റി വെച്ചിട്ട് ബാക്കി കഷ്ണങ്ങൾ മുരിങ്ങക്കായും ഉരുളക്കിഴങ്ങും വഴുതനങ്ങ അത് മൂന്നും കൂടെ ഞാനൊരു ചെമ്പിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വന്ന ഉടനെ ആയതുകൊണ്ട് ചെമ്പൊന്നും തിരഞ്ഞിട്ടൊന്നും കിട്ടിയില്ല കേട്ടോ. എൻ്റെ കയ്യിൽ കിട്ടിയത് വലിയൊരു ചെമ്പാണ്. അപ്പോൾ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിവിടെ മാറ്റി വെക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക, വെള്ളം ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് ഇതിനൊന്ന് വേവിച്ചെടുക്കുക കേട്ടോ. പെട്ടെന്ന് വേവ് കിട്ടും, അധികം സമയമൊന്നും എടുക്കില്ല. ഓൾറെഡി നമ്മൾ പരിപ്പ് ഇവിടെ വേവിച്ച് ഉടച്ച് വെച്ചിട്ടുമുണ്ട്. ഇനിയിപ്പോൾ ഇതാ ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് അടുപ്പത്തേക്ക് മാറ്റി കൊടുക്കട്ടോ. പെട്ടെന്ന് വേവും. വെന്ത് കഴിഞ്ഞാൽ ഒന്ന് തീ കുറച്ച് വെച്ചാൽ മതി. ഒരു 3-4 മിനിറ്റ് കൊണ്ട് തന്നെ പച്ചക്കറി ഒക്കെ നന്നായിട്ട് വെന്ത് വന്നോളും. ഇനിയിപ്പോൾ അടുത്തത് പരിപ്പ് ഞാൻ നന്നായിട്ട് വേവിച്ച് ഉടച്ച് വെച്ചിട്ടുണ്ട്. ഇങ്ങനെ ഉടച്ച് കഴിഞ്ഞാൽ സാമ്പാർ നല്ല കട്ടിയും ഉണ്ടാവും, നല്ലൊരു ഫ്ലേവറും വരും കേട്ടോ. കാണാനും നല്ല തന്നെയാണ്, കഴിക്കാനും നല്ല ടേസ്റ്റാണ്. ഇതിലേക്ക് ഇനി നമ്മൾ നേരത്തെ പൊതിർത്തി വെച്ചിട്ടുള്ള ആ ഒരു പുളി നന്നായിട്ടൊന്ന് പിഴിഞ്ഞ് ഒഴിച്ച് കൊടുക്കട്ടോ. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് പുളീൻ്റെ അളവ് ഞാൻ കൃത്യമായിട്ട് പറയണില്ല കേട്ടോ. പുളിരസം കൂടുതലുള്ള പുളിയും ഉണ്ടാവും, പുളിരസം കുറവുള്ള പുളിയും ഉണ്ടാവും. ഇത് കുറവുള്ളതാണ് കേട്ടോ.
അപ്പോൾ ആ പുളിവെള്ളത്തിൻ്റെ കൂടെ കുറച്ച് എക്സ്ട്രാ വെള്ളം കൂടെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സാക്കി ഒന്ന് മാറ്റി വെക്കാം. ഇനിയിപ്പോൾ നമ്മൾ വെച്ച ആ ഒരു കഷ്ണങ്ങളൊക്കെ ഒരു മുക്കാൽ ഭാഗം വെന്തിട്ടുണ്ട്. അതിലേക്ക് ഉള്ളിയും പച്ചമുളകും തക്കാളിയും കൂടി ഇട്ടിട്ട് ഒന്നും കൂടെ ഒന്ന് വേവിക്കുക. ഇപ്പോൾ ആ കഷ്ണങ്ങളൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. എല്ലാ കഷ്ണവും വെന്തതിന് ശേഷം മാത്രം നമ്മൾ പരിപ്പിലേക്ക് ഇട്ട് കൊടുക്കുക. പരിപ്പ് ഇട്ട് ഒന്നിച്ച് വെക്കുന്ന നമ്മളെ കുക്കർ സാമ്പാറൊക്കെ ഉണ്ട് കേട്ടോ. കുക്കറിലാവുമ്പോൾ സാമ്പാറിൻ്റെ പരിപ്പും അതേപോലെ തന്നെ പച്ചക്കറിയും എല്ലാം കൂടെ ഇട്ടിട്ട് ഒറ്റ വിസിൽ ഒന്ന് വേവിച്ചെടുത്താൽ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന സാമ്പാറും ഉണ്ട്. പക്ഷേ ഇത് ഞാൻ വർഷങ്ങളായിട്ട് ചെയ്യണ ഒരു മെത്തേഡാണ്. ഈ രീതിയിൽ തന്നെ ഞാൻ ഉണ്ടാക്കലുള്ളൂ കേട്ടോ, വേറെ രീതിയിൽ ഉണ്ടാക്കലില്ല. അപ്പോൾ ആ ഒരു പരിപ്പ് ഇട്ട് നന്നായിട്ട് ഒന്ന് തിളപ്പിച്ചതിന് ശേഷം നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുള്ള കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഒന്നും കൂടെ ഒന്ന് തിളപ്പിക്കാം. നന്നായിട്ടൊന്ന് തിളച്ചോട്ടെ. ഈ സമയത്ത് നിങ്ങൾക്ക് ഉപ്പ് പോരാൻ തോന്നുകയാണെങ്കിൽ ഉപ്പ് ഇട്ട് കൊടുക്കുകയും വേണേ. ഇനിയിപ്പോൾ അതിലേക്ക് വറവിടാൻ വേണ്ടി പോവുകയാണ്. ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഞാനത് വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുക്കുന്നത് കേട്ടോ. അതിലേക്ക് കുറച്ച് കടുക് ഇട്ടിട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കാം. ഞാനിവിടെ മൂടി വെക്കുന്നുണ്ട്, എന്നാൽ പിന്നെ തെറിക്കൂല. അപ്പോൾ കടുകൊക്കെ നന്നായിട്ട് പൊട്ടിയണേ. ഇനിയിപ്പോൾ ഇതിലേക്ക് തീ ഓഫ് ചെയ്തതിന് ശേഷമാണ് പൊടികൾ ഇട്ട് കൊടുക്കുന്നത്. ആദ്യം കുറച്ച് കായപ്പൊടി ഇട്ട് കൊടുക്കുക. പിന്നെ അത് ഹോം മെയ്ഡ് സാമ്പാർ പൗഡറാണ് കേട്ടോ. ഇതിൻ്റെ ലിങ്ക് എൻ്റെ ഡിസ്ക്രിപ്ഷനിലുണ്ട്, അതിൽ വേണമെങ്കിൽ നോക്കിയിട്ട് ഉണ്ടാക്കിയാൽ മതി. ഞാനിവിടെ ഉണ്ടാക്കി വെക്കുന്നതാണ്. ഇനിയിപ്പോൾ സാമ്പാർ പൊടിയും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. തീ വേണ്ട കേട്ടോ, തീ ഓഫാക്കിയതിന് ശേഷം മാത്രമേ പൊടികൾ ചേർക്കാൻ പാടുള്ളൂ. ഇപ്പോൾ തീ ഓഫാണ്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അത് വന്ന് ഈ ചൂട് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇത്രേ ആവശ്യമുള്ളൂ പൊടികൾ വാടാൻ കേട്ടോ. ആ ഒരു ചൂട് തന്നെ കിടന്നിട്ട് പൊടികളുടെ പച്ചമണക്കം നന്നായിട്ട് മാറും. ഇനിയിപ്പോൾ ഇത് നമ്മൾ തിളച്ചുകൊണ്ടിരിക്കുന്ന സാമ്പാറിലേക്ക് ഇത് ഒഴിച്ച് കൊടുക്കുകയാണ് ചെയ്യണത്. അപ്പോൾ അത് തിളച്ചുകൊണ്ടിരിക്കുകയാണ്. അതിലേക്ക് നമ്മൾ ഈ ഒരു വറവും കൂടെ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ആ ഒരു വറവ് ഇട്ടതിൻ്റെ ശേഷം ഒരു 1-2 മിനിറ്റ് നേരം ഒന്ന് തിളപ്പിച്ചെടുക്കണം കേട്ടോ. എന്നാലാണ് എല്ലായിടത്തേക്കും ആ ഒരു ഫ്ലേവർ ഒരേപോലെ ആയിട്ട് വരിക. ഒരു 2 മിനിറ്റോളം ഈ ഒരു രീതിയിൽ തന്നെ തിളച്ചോട്ടെ. പിന്നെ സാമ്പാറിൻ്റെ കട്ടിയൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. ഇത്ര കട്ടി വേണ്ടാന്നുണ്ടെങ്കിൽ ഇതിന് കുറച്ച് നല്ല ചൂടുവെള്ളം ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്യുക. ഇനി പരിപ്പ് ഇത്ര വേണ്ടാന്നുണ്ടെങ്കിൽ പരിപ്പിൻ്റെ അളവ് കുറച്ച് കൊടുക്കുക. ഓരോരുത്തരുടെ ഇഷ്ടം പോലെ ചെയ്യാം. ലാസ്റ്റ് കുറച്ച് ശർക്കര, ഒരു ചെറിയ പീസ് ശർക്കരയാണ് ചേർക്കുക. അതിപ്പോൾ എൻ്റെ കയ്യിലില്ല. അപ്പോൾ ഞാനിവിടെ 1 ടീസ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കണത്. അപ്പോൾ അത് പഞ്ചസാരയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കി മിക്സാക്കി കൊടുക്കട്ടെ. അപ്പോൾ ഇതൊരു 1-2 മിനിറ്റ് നേരം തിളച്ചിട്ടുണ്ട്. നമ്മൾ അടിപൊളിയായിട്ടുള്ള സാമ്പാർ ഇവിടെ റെഡിയാണ്. ഇനിയിപ്പോൾ കുറച്ച് സമയമുണ്ട്. മക്കൾ എണീച്ച് വരുമ്പോഴത്തേക്ക് ഇനി നമുക്ക് ബ്രേക്ക്ഫാസ്റ്റൊക്കെ വിളമ്പി കൊടുക്കേണ്ടിയുള്ളൂ. അപ്പോഴത്തേക്ക് ഞാൻ കുറച്ച് TV കാണുകയാണ് കേട്ടോ. ഞാൻ ചെല്ലുന്ന കുറച്ച് ദിക്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അത് സുഖമാണ്. ഇപ്പോൾ യൂട്യൂബും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നമ്മളിപ്പോൾ ഇങ്ങനെ നേരെ ഇത് അങ്ങ് ഇട്ട് കൊടുത്താൽ അത് അവിടെ നിന്ന് നടക്കുകയും ചെയ്യും. നമ്മളെ പണീൻ്റെ കൂടെ അത് നമുക്ക് ചെല്ലിങ് കൊണ്ട് നടക്കുകയും ചെയ്യും കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ കിച്ചണിലേക്ക് ഇറങ്ങി. മക്കളൊക്കെ എണീറ്റിട്ടുണ്ട്. ഞാൻ ഇന്നലെ തന്നെ അരച്ച് വെച്ചിട്ടുള്ള ദോശമാവാണ് ഇട്ടത്. ഈ ഒരു ദോശമാവ് എന്ന് പറയുന്നത് ഇഡ്ഡലിക്കും ദോശയ്ക്കും ഒരേപോലെ ഉണ്ടാക്കാൻ പറ്റുന്ന മാവാണ്. ഞാൻ 1-2 പ്രാവശ്യം ഈ വീഡിയോ ചെയ്തിട്ടുണ്ട് കേട്ടോ. 2-3 പ്രാവശ്യം ഇതിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട്. ഒരേ മാവാണ് ഞാൻ ഇഡ്ഡലി റൈസ് വെച്ചിട്ട് ഉണ്ടാക്കുന്നത്. വേറൊന്നും വേണ്ട. ഇഡ്ഡലി റൈസും ഉഴുന്നും കുറച്ച് ഉലുവയും മാത്രമാണിത്. അത് എന്താ പറയുക, 1:2 എന്നുള്ള ആ ഒരു അളവിലാണ് ഞാൻ എടുക്കൽ കേട്ടോ. 2 കപ്പ് ഇഡ്ഡലി റൈസ് എടുക്കുകയാണെങ്കിൽ 1 കപ്പ് ഉഴുന്ന്, 1 ടീസ്പൂൺ ഉലുവയും, ഇത്രയും സാധനങ്ങൾ നന്നായിട്ട് പുതിർത്തിയതിന് ശേഷം അരച്ചെടുക്കുന്നതാണ്. ഇനിയിപ്പോൾ നമ്മളത് ദോശക്കായതുകൊണ്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് ഇതിനൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഈ ഒരു ദോശമാവിൻ്റെ ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ്സിൽ അറിയിച്ചാൽ മതി കേട്ടോ. ഇനിയിപ്പോൾ ഞാൻ ദോശ ചുടാനുള്ള കല്ല് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നല്ല നെയ്യ്, നമ്മൾ 6 kg നെയ്യില്ല, പശു നെയ്യ്, അതൊന്ന് മെൽറ്റ് ചെയ്ത് വെക്കുന്നുണ്ട്. മെൽറ്റ് ചെയ്താൽ ഒരുപാട് ക്വാണ്ടിറ്റി വേണ്ട, കുറഞ്ഞ ക്വാണ്ടിറ്റി കൊണ്ട് നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ അതവിടെ മെൽറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പം ദോശത്തവ ഞാൻ കുറേ ആയിട്ട് ഉപയോഗിക്കാത്തതല്ലേ, അപ്പോൾ അത് വിട്ട് കിട്ടുമോ എന്താണെന്നൊന്നും വലിയ പിടുത്തമില്ല. അപ്പോൾ ഞാൻ ചൂടാക്കിയതിന് ശേഷം അരമുറി ഉള്ളി മുറിച്ചിട്ട് ഒന്ന് തേച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതാകുമ്പോൾ ഒട്ടിപ്പിടിക്കാണ്ട് വേഗം കിട്ടാൻ വേണ്ടിയിട്ടാണ്. നമുക്കറിയില്ലല്ലോ ഇതെന്താണെന്നുള്ള. ഇനിയിപ്പോൾ അത് നല്ല ചൂടായിക്കണമെന്നൊന്ന് നോക്കുന്നുണ്ട്. അപ്പോൾ വെള്ളം തെളിച്ച് നോക്കുമ്പോൾ നല്ല ചൂടാണ്. ഇനി ഇതിലേക്ക് കുറേശ്ശെ മാവ് വെച്ചിട്ട് നന്നായിട്ട് ഇതിനൊന്ന് പരത്തിയെടുക്കുക. ഇവിടെ മക്കൾക്കൊക്കെ നല്ല പേപ്പർ ദോശ പോലത്തെ നല്ല ക്രിസ്പി ആയിട്ടുള്ള നേരിയ ദോശയാണ് ഇഷ്ടം കേട്ടോ. അസ്ലങ്കാക്കാണെങ്കിൽ കുറച്ച് തടിയുള്ളതാണ് ഇഷ്ടം. ഇവിടെ ഇപ്പോൾ മക്കൾക്ക് നല്ല നേരിയതാണ് ഇഷ്ടം. ഈ ഒരു രീതിയിലുള്ളത് മാത്രമേ ഒരു കഴിക്കുള്ളൂ. ലിയാനെ അങ്ങനെ തന്നെയാണ് കേട്ടോ. ലിയാനക്കും ഇതാണ് ഇഷ്ടം. ഇനിയിപ്പോൾ കുറച്ച് നെയ്യൊന്ന് നല്ലോണം ചുറ്റിച്ച് കൊടുക്കുക. നെയ്ക്ക് പകരം ബട്ടറോ നല്ലെണ്ണയോ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് എന്താണെന്ന് വെച്ചാൽ ഒഴിച്ച് കൊടുക്കാം. ഇവിടെ കുട്ടികൾക്കെല്ലാം നെയ്യ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാനിത് എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ കുഴപ്പമില്ല, ഒട്ടിപ്പിടിക്കാണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ പ്ലേറ്റിലേക്ക് മാറ്റിയിനെ. ഇനിയിപ്പോൾ സാമ്പാറും ഞാനൊരു പാത്രത്തിലേക്ക് വിളമ്പുന്നുണ്ട്. അപ്പോൾ സാമ്പാർ ഇങ്ങനെ ഇരിക്കും തോറും കുറച്ച് കട്ടിയായിട്ട് വരും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇനി വെള്ളം ഒഴിക്കണം തോന്നുകയാണെങ്കിലൊക്കെ വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. ഇരിക്കും തോറും നല്ല കട്ടിയായിട്ട് വരും. കാരണം നമ്മൾ പരിപ്പ് വേവിച്ച് ഉടച്ചതുകൊണ്ട് തന്നെ നല്ല കട്ടി ഉണ്ടാവും എപ്പോഴും.
അപ്പോൾ അതാ സാമ്പാറും വിളമ്പിയിട്ടുണ്ട്. അപ്പോൾ മക്കളൊക്കെ കഴിച്ച് ഇതിപ്പോൾ ലാസ്റ്റ് ഞാനാണ് കേട്ടോ. ദോശ ആകുമ്പോൾ നമുക്ക് ചുട്ടുകൊണ്ട് അല്ലേ തിന്നാൻ പറ്റുള്ളൂ. മറ്റേതൊക്കെ ആണെങ്കിൽ നമുക്ക് ഒന്നിച്ചിരുന്ന് തിന്നാൻ പറ്റും. ഇത് ഓരോരുത്തർക്കും ചൂടോട് കൂടി വേണ്ടിയ സാധനമല്ല. അപ്പോൾ നമ്മൾ ചുട്ടുകൊണ്ടാണ് കഴിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ഇത് ഇത്രയേ ഉള്ളൂ. ഇനിയിപ്പോൾ ഇതാ നല്ല മഴ പുറത്ത് നടക്കുന്നുണ്ട്. അടിപൊളി മഴയാണ്. നല്ല എന്താ പറയുക, ഇടിയുണ്ട് കേട്ടോ. ഇടിയുണ്ട്, നല്ല പെരുമഴയാണ്, നല്ല കാറ്റും എല്ലാം ഉണ്ട്. ഇനിയിപ്പോൾ അടുത്തത് നമ്മൾ ലഞ്ചിൻ്റെ ഇതിലേക്ക് പോവുകയാണ്. ഞാൻ ചോറിന് അരി ഇട്ട് കൊടുത്തിട്ടുണ്ട്. സാമ്പാർ പിന്നെ ഓൾറെഡി ഉണ്ടല്ലോ. പിന്നെ ഇന്ന് കിട്ടിയ മീൻ എന്ന് പറയുന്നത് ഹമൂറാണ്. അതൊന്ന് മസാല തേച്ച് പൊരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ അതിലേക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് മുളക് പൊടിയാണ് വേണ്ടത്. ഒരു 2 ടേബിൾ സ്പൂണോളം മുളക് പൊടി, ഒരു ലേശം മഞ്ഞൾപ്പൊടിയും, അതേപോലെ തന്നെ കുറച്ച് പെരിഞ്ജീരകത്തിൻ്റെ പൊടിയും, ആവശ്യത്തിന് ഉപ്പും. ഇനി ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ആണ് വെച്ച് കൊടുക്കുന്നത്. ബാക്കി കുറച്ച് വെള്ളം കൂടെ വെച്ചിട്ട് നന്നായിട്ട് ഇതിനൊന്ന് മിക്സാക്കി എടുക്കുക. മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഈ ഒരു മീനിൽ നന്നായിട്ടൊന്ന് പുരട്ടിയെടുക്കുക. നല്ല ഫ്രഷ് മീനാണ് കേട്ടോ, നല്ല ടേസ്റ്റുള്ള മീനായിരുന്നു. അപ്പോൾ അതാ എല്ലാം തേച്ചിട്ടുണ്ട്. ഇനി ഒരു അരമണിക്കൂർ ഞാനിതൊന്ന് മാറ്റി വെക്കുന്നുണ്ട്. അതിന് ശേഷം അത് ഫ്രൈ ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ഞാൻ ഈ വർക്ക് ഏരിയയിൽ ചെയ്യുന്ന കുക്കിംഗ് എന്ന് പറയുന്നത് ഇങ്ങനത്തതൊക്കെയാണ് കേട്ടോ. ഈ സ്മെല്ല് വരുന്ന മീൻ പൊരിക്കുന്നത്, അതുപോലെ തന്നെ ചിക്കൻ പൊരിക്കുന്നത്, അങ്ങനത്തതൊക്കെ ഞാൻ ഇവിടെ നിന്നാണ് ചെയ്യൽ. ഇത് ഫാബറിൻ്റെ അടുപ്പാണ് കേട്ടോ. ഇത് എൻ്റെ ആദ്യത്തെ കിച്ചണിൽ ഉണ്ടായിരുന്ന അടുപ്പാണ്. അതിനെ ഞാൻ ഈ പണി കഴിഞ്ഞതിന് ശേഷം ഇപ്പുറത്തേക്ക് മാറ്റിയതാണ്. ഇവിടെ ഉള്ളത് ഞാൻ ഒഴിവാക്കി, എന്നിട്ട് ഇവിടെ ഇത് വെച്ച് കൊടുത്ത്. ഇത് എനിക്ക് ഒരുപാട് കൊല്ലങ്ങളായിട്ട് എൻ്റെ അടുത്തുള്ള അടുപ്പാണ്, ഫാബറിൻ്റെ അടുപ്പ്. അത് ഞാൻ അത്ര ഉപയോഗിച്ചിട്ടുള്ള പരിചയമുണ്ട്. ഒരു പ്രശ്നവുമില്ല, നല്ല അടിപൊളി സാധനമാണ്. അതിൻ്റെ ഒരു നോബിൻ്റെ ഒരു കളറ് മാറുകയോ ഒന്നും ചെയ്യൂല കേട്ടോ. അടിപൊളി സാധനമാണ് ഈ ഒരു ഫാബറും. ഞാൻ ഉപയോഗിച്ചതിൽ എനിക്ക് എന്നോട് ചോദിക്കുന്നവർക്കും എല്ലാം ഞാൻ പറഞ്ഞു കൊടുക്കുന്ന ബ്രാൻഡാണ്. ഒന്ന് ഫാബർ, പിന്നെ ഞാൻ അതിൻ്റെ മുന്നേ ഉപയോഗിച്ചത് കാഫ് എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡാണ് കേട്ടോ. അതും നല്ല അടിപൊളി സാധനമാണ്. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഉപയോഗിച്ച് നിങ്ങൾക്ക് മടുത്തിട്ട് ഒഴിവാക്കാൻ പറ്റുന്നല്ലാണ്ട് ഇതിന് കംപ്ലയിൻറ്റ്സ് ഒന്നും വന്നിട്ടില്ല. ഇനിയിപ്പോൾ കംപ്ലയിൻറ്റ് വരുന്നവരും ഉണ്ടാവട്ടോ, എനിക്കറിയില്ല. എനിക്കേതായാലും അങ്ങനത്തെ ഒരു കംപ്ലയിൻറ്റും ഈ 2 ബ്രാൻഡിനും വന്നിട്ടില്ല. പിന്നെ ബോഷ് ഇപ്പം 1 വർഷമായിട്ടേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് അതിനെപ്പറ്റി കൂടുതലായിട്ട് പറയാൻ കഴിയില്ല. ഇതുവരെ കംപ്ലയിൻറ്റ്സ് ഒന്നുമില്ല, നല്ല അടിപൊളിയാണ്. അതുപോലെ തന്നെ ഈ ഒരു ബോഷ് വാങ്ങുക എന്നുള്ളത് എൻ്റെ എന്താ പറയുക, ഒരു ബക്കറ്റ് ലിസ്റ്റിലുള്ള ഒരു സാധനമായിരുന്നു ബോഷിൻ്റെ അടുപ്പ്. അതും 5 അടുപ്പുള്ളത്, ഈ 5 ബർണർ ഉള്ളത് വാങ്ങുക എന്നുള്ളത് ഞാൻ കുറേ ആയിട്ട് ആഗ്രഹിച്ച് വാങ്ങിയതാണ്. അപ്പോൾ അതും അടിപൊളി തന്നെയാണ്. ഇനിയിപ്പോൾ അതാ ഇതൊന്ന് ക്ലീൻ ചെയ്ത്, ഇപ്പോൾ കണ്ടില്ല, നമ്മൾ അപ്പുറത്താണെങ്കിൽ ഇത് മൊത്തത്തിൽ ഇതാകുന്ന സമയത്ത് നമുക്ക് ക്ലീനിങ്ങിനും അതുപോലെ തന്നെ സ്മെല്ല്, അത് മറ്റേ ചിമ്നിയാണല്ലോ. അപ്പോൾ അതുകൊണ്ട് ആ ചിമ്നിയിൽ വലിച്ചെടുക്കുന്നതിനൊരു കണക്കുണ്ടാവും. അപ്പം ബാക്കിയുള്ളത് ഞാനിവിടെ എടുത്ത് വെക്കുന്നുണ്ട്. ഇതിന് ഞാൻ കൊടുത്ത ചിമ്നിയല്ല, ഇതിങ്ങനെ ഇൻബിൽട്ടായിട്ട് ഇതിൻ്റെ ഉള്ളിൽ നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു എക്സോസ്റ്റ് ഫാൻ ഇതിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവിടേക്കൊന്നും ക്ലീനിങ് എത്തിയിട്ടില്ല, എല്ലാം ചെയ്ത് വരുന്നേ ഉള്ളൂ. അപ്പോൾ അതാകുമ്പോൾ എല്ലാം വലിച്ചെടുത്തോളും. ഇനിയിപ്പോൾ അതാ നമ്മൾ ചോറൊക്കെ കൊണ്ടുപോയി വെച്ചിട്ടുണ്ട്, ബാസിയാണ്. അച്ഛൻ ഇറങ്ങിയിട്ടില്ല, ഓന് മുകളിലാണ് കേട്ടോ. ഓന് പിന്നെ വർക്ക് ഫ്രം ഹോമാണ്. അപ്പോൾ മുകളിലാണുള്ളത്, ഇപ്പം ഇറങ്ങുകയുള്ളൂ. അപ്പം ബാസി തിന്നാൻ വേണ്ടി തുടങ്ങുകയാണ്. അപ്പോൾ ചോറും സാമ്പാറും അതുപോലെ തന്നെ മീൻ പൊരിച്ചതും, പിന്നെ ഇന്നലത്തെ കുറച്ച് കറി ഉണ്ട് കേട്ടോ. പപ്പായൻ്റെ മോര് കറി ഉണ്ട്, അതും എടുത്തിട്ടുണ്ട്. പിന്നെ എക്സ്ട്രാ ഒന്നുമില്ല. പിന്നെ ഉപ്പേരി അങ്ങനത്തെ ഒരുപാട് ഐറ്റംസ് ഒന്നും വേണമെന്നില്ല കേട്ടോ മക്കൾക്ക്. ഇങ്ങനത്തെ എന്തെങ്കിലും മതി. ഒരു സാമ്പാറും ഒരു പൊരിച്ചതും ഉണ്ടെങ്കിൽ തന്നെ കുട്ടികൾക്ക് ഭയങ്കര ഹാപ്പിയാണ്. ഞങ്ങൾക്ക് അങ്ങനെ ഉള്ളൂ, അങ്ങനെ ഒരുപാട് നിർബന്ധങ്ങളൊന്നുമില്ല. അപ്പോൾ ആ സാമ്പാറും ചോറും എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ലഞ്ചിൻ്റെ ഐറ്റംസ് നമ്മളിവിടെ കഴിഞ്ഞിട്ടോ. ഇനിയിപ്പോൾ വൈകുന്നേരം ഈവനിങ് സ്നാക്കിന് പൊരി ഐറ്റംസ് ഒന്നും മക്കൾ 2 തിന്നൂല, 2 ഡയറ്റാണ്. അപ്പോൾ അതില്ല. പിന്നെ രാത്രിയാണെങ്കിൽ ഇവർ 2 കഴിക്കൂല കേട്ടോ. അവർ വൈകുന്നേരം ഒരു മഗ്‌രിബിൻ്റെ ടൈമിൽ ഓട്സാണ് കഴിക്കുക. അത് മാത്രമേ അവർക്ക് ഭക്ഷണമുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഞാനും ഓരോ കൂടി ഞാനിപ്പോൾ രാത്രി കഴിക്കാണ്ടായി കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ രാത്രി പിന്നെ വേറൊരു ഡിന്നറൊന്നുമില്ല. ആരെങ്കിലും സ്പെഷ്യലായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിലൊക്കെ മാത്രമേ ഞാൻ അങ്ങനെയൊക്കെ ഉണ്ടാക്കലുള്ളൂ ഇപ്പോൾ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷങ്ങൾ. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും എന്തെങ്കിലും ഒന്ന് കമൻ്റ് ആക്കി എഴുതാനും മറന്നു പോകരുതേ. അപ്പോൾ ശരി, ടാറ്റ, ബൈ ബൈ.